കഴിഞ്ഞ ആഴ്ച ക്ലാസ് റിലീസായിട്ട് ഒരേ ദിവസം തിയേറ്ററിലെത്തിയ രണ്ട് ചെറുകിട സിനിമകളായിരുന്നു. ഒന്ന് സർക്കിട്ട്, മറ്റൊന്ന് പടക്കളം എന്ന് പറയുന്ന ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പടക്കളം എന്ന ചിത്രത്തിലെ പ്രധാന താരങ്ങൾ സുരാജ് വെഞ്ഞാറമ്മൂട്, അതോടൊപ്പം തന്നെ ഷർഫുദ്ദീൻ, ഒരു പറ്റം യുവതാരങ്ങളും ചിത്രത്തിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. സർക്കിട്ട് എന്ന ചിത്രത്തിൽ ആസിഫ് അലിയും ഒരു പയ്യനും, അതോടൊപ്പം തന്നെ ദീപക് പറമ്പോൾ എന്നീ താരങ്ങളൊക്കെയാണ് മെയിൻ വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. രണ്ട് ചിത്രങ്ങൾക്കും പ്രേക്ഷകർക്കിടയിൽ നല്ല അഭിപ്രായം തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചത്. പടക്കളം മൂവി കോമഡി ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. ആസിഫ് അലി ചിത്രം കൂടുതൽ ഫീൽ ഗുഡിന് പ്രാധാന്യം കൊടുത്ത് തിയേറ്ററിലെത്തിയ മൂവി. എന്നാൽ എല്ലാ യൂട്യൂബേഴ്സും മികച്ച റെസ്പോൺസ് കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയ ആസിഫ് അലിയുടെ സർക്കിട്ട് എന്ന ചിത്രത്തിന് ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും 1,25,00,000 രൂപ മാത്രമേ നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. ചിത്രം തിയേറ്ററിലെത്തി 5 ദിവസങ്ങൾ പൂർത്തീകരിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതുവരെയും ബുക്ക് മൈ ഷോ ആപ്പിൽ 1 മണിക്കൂറിൽ 1000 ടിക്കറ്റുകൾ വിൽക്കുന്ന ഒരു ട്രെൻഡിലേക്ക് സർക്കിട്ട് എന്ന് പറയുന്ന ആസിഫ് അലി ചിത്രത്തിന് എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ആസിഫ് അലിയുടെ 2 ചിത്രങ്ങളും തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ച മൂവിയായിരുന്നു. കിഷ്കിന്ധ കാണ്ഡം 75 കോടിയോളം രൂപ വേൾഡ് വൈഡിൽ നിന്നും നേടി. അതോടൊപ്പം തന്നെ ആസിഫ് അലിയുടെ തന്നെ രേഖാ ചിത്രം എന്ന് പറയുന്ന മൂവി 50 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ സിനിമ. എന്നിട്ടും ഒരു കുഞ്ഞു പോലും നെഗറ്റീവ് പറയാത്ത സർക്കിട്ട് എന്ന് പറയുന്ന ചിത്രത്തിന് എന്തുകൊണ്ട് തിയേറ്ററിൽ ആളെത്തുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്നാൽ കോമഡി ട്രാക്കിൽ കഥ പറഞ്ഞ പടക്കളം എന്ന ചിത്രത്തിന് ആദ്യത്തെ 4 ദിവസങ്ങൾ കൊണ്ട് 2,10,00,000 രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടാൻ സാധിച്ചു. 4ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച മാത്രം ചിത്രത്തിന്റെ കേരള കളക്ഷൻ 80 ലക്ഷത്തിന് മുകളിലാണ്. വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും കൂടാതെ തിയേറ്ററിലെത്തിയ രണ്ട് സിനിമക്കും മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചു. എന്നിട്ടും ആസിഫ് അലിയെ പോലുള്ള ഒരു വലിയ താരത്തിന്റെ സിനിമയായിട്ട് പോലും പടക്കളം എന്ന ചിത്രത്തിനാണ് കൂടുതൽ വീക്കെൻഡ് കളക്ഷൻ എല്ലാം നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. സർക്കിട്ട് എന്ന ചിത്രത്തിന്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം താഴേക്ക് പോയിരിക്കുന്നു പടക്കളം എന്ന ചിത്രത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എന്നാൽ രണ്ട് സിനിമയും തിയേറ്റർ കളക്ഷനിലൂടെ വിജയമാവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, ബൈ.